അഖിൽ മാരാർ, അദ്ദേഹം കൊട്ടാരക്കര പുത്തൂർക്കാരനാണ്. ഇത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്, പിണറായി വിരുദ്ധനാണ്. പിണറായിക്കെതിരെ വലിയ പരിപാടികളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് കേസ് വരെ ആയതാണ്. ഈ ഒരുപാട് കേസുമായി ചാനലിനെതിരെ. അപ്പോൾ അത് കേസൊക്കെ ആയി, പ്രശ്നങ്ങളായി. എന്നിട്ടും അദ്ദേഹം നിർത്താതെ തന്നെ പിണറായി വിജയനെ വളരെ മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. കോൺഗ്രസ്സിന് വേണ്ടി നന്നായി സംസാരിച്ചു. രമേശ് ചെന്നിത്തലയുടെ ഒരു നല്ല ഗുഡ് കമ്പാനിയനാണ്. രമേശ് ചെന്നിത്തലയായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെയാണ് ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസ് സീറ്റ് കൊടുത്താൽ മത്സരിക്കും കൊട്ടാരക്കരയിലെന്നൊക്കെ പറഞ്ഞൊരു ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ നമ്മളെ നിലപാട് രാജകുമാരൻ വി ഡി സതീശൻ പറഞ്ഞു, അങ്ങനെ ആയാറാം കയ്യാറാം വരുന്നവർക്കും പോകുന്നവർക്കൊന്നും സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ പ്രേംകുമാറിന് സീറ്റ് കൊടുക്കണം. എ സുരേഷ് ബി എസിൻ്റെ പി എ ആയിട്ടുള്ള എ സുരേഷ് വന്നിരിക്കുന്നു. ജയൻ ചേർത്തല ഇനി വരുമോ എന്നറിയില്ല. വരികയാണെങ്കിൽ ചേർത്തല കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ അവർക്കെല്ലാം കൊടുക്കാൻ സീറ്റുണ്ടോ? പിഷാരടി വരുന്നു. പിന്നെ അതുപോലെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരുന്ന ധർമ്മജൻ ബോൾഗാട്ടി കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കേണ്ടി വന്നു, ആ സീറ്റ് തോറ്റുപോയി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടിക്കാർക്ക് സീറ്റ് വേണ്ടേ എന്നുള്ള ചോദ്യത്തിൽ അല്ലെങ്കിലും അഖിൽ മാരാർ പോലുള്ള ആളുകളോടൊന്നും അതൊക്കെ കീടമാണ്. ഞാൻ പറഞ്ഞല്ല, അതൊക്കെ അശ്ലീലമാണ്, അതൊക്കെ ചുമ്മാ ബിഗ് ബോസ് താരങ്ങളാണ്. അതിനൊന്നും MLA ആയിട്ടൊന്നും നടത്താനൊന്നും കൊള്ളില്ല എന്നുള്ള നിലയിൽ അത് വലിയ പരാജയമായിരിക്കും, തോറ്റുപോകും. ജയിച്ചാൽ തന്നെ MLAക്കുള്ളൊരു ക്വാളിറ്റിയൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള നിലയിൽ ഒരു തേർഡ് ക്ലാസ് പയ്യനാണെന്നുള്ള നിലയിൽ എഴുതി ക്ലോസ് ചെയ്ത് വി ഡി സതീശൻ ക്യാപ്പിട്ടു. അപ്പോൾ തന്നെ അഖിൽ മാരാർ വിചാരിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ കൊള്ളൂല്ലല്ലോ എന്ന് വിചാരിച്ച് നേരെ BJP പോയിരിക്കുകയാണ്. പക്ഷേ BJPയിൽ കൊട്ടാരക്കരയാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നതെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിനകത്ത് ബാലഗോപാലിന്, അതായത് 40,000 വോട്ട് LDFൻ്റെ ഐഷാ പോറ്റി പിടിച്ച സ്ഥലത്ത് അതിനെയൊക്കെ കവർ ചെയ്ത് 10,000 വോട്ടിനകത്ത് ബാലഗോപാലിനെ പിടിച്ചു നിർത്തിയ രശ്മി എന്ന് പറയുന്ന, കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുമായിരുന്നു, ഒരു 5,000-6,000 വോട്ട് പിടിച്ചൊക്കെ അവർ ജയിക്കുമായിരുന്നു. രശ്മി എന്ന് പറയുന്ന പുപ്പുലി ഉണ്ട് കോൺഗ്രസിൻ്റെ. അവർക്ക് സീറ്റ് കിട്ടത്തില്ല. കാരണം സ്വാഭാവികമായിട്ട് ഐഷാ പോറ്റിക്കായിരിക്കും സീറ്റ്. ഐഷാ പോറ്റി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ വന്ന് അവർക്കായിരിക്കും സീറ്റ്. അതുകൊണ്ട് തന്നെ രശ്മി ഇപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. NDA സ്ഥാനാർത്ഥിയെ BJPയിൽ ചേർന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഖിൽ മാരാർക്ക് അവിടെ സീറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അല്ലെങ്കിലും വി ഡി സതീശൻ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഇതുവരെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് പള്ളി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ വി ഡി സതീശനെ തെറി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ അതും തെറി പറയും. ഇനി BJPക്കാർ സീറ്റ് കൊടുത്തില്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും തെറി പറയും. ഇതിനിടയിൽ 2020യിൽ പോയിട്ടുണ്ട് ആശാൻ. 2020 ചർച്ച വെച്ചിട്ടുണ്ട്. അതിന് എങ്ങനെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.